മരണത്തിന്റെ കിടക്കയിൽ മരണത്തിന്റെ മാലാഖയുടെ മുമ്പിൽ കിടന്നുകൊടുക്കേണ്ടി വരുമ്പോ അതൊരു വേള ഹോസ്പിറ്റലിലെ ബെഡിലായിരിക്കാം, നമ്മുടെ വീട്ടിലെ റൂമിലായിരിക്കാം, അതല്ലെങ്കിൽ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കെ നടുറോട്ടിൽ പൊലിഞ്ഞു വീഴുന്ന ജീവനായിരിക്കാം. എവിടെ വെച്ചാണെന്ന് നമുക്കറിയില്ല. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാം നീ വിശ്വാസികളായിക്കൊണ്ടുള്ള മരണം വിധിക്കണമേ നാഥ. നിരന്തരം എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മളത് അല്ലാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കണം. എവിടെ വെച്ച് മരിക്കുന്നു എന്നതല്ല നമ്മുടെ പ്രശ്നം, എങ്ങനെ മരിക്കുന്നു എന്നതാണ്. എങ്ങനെ മരിക്കുന്നു എന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി, വിശ്വാസികളെ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കേണ്ട രൂപത്തിൽ നിങ്ങൾ ജീവിക്കണേ. വലാ തമൂതുന്ന, നിങ്ങൾ മരിച്ചു പോകാൻ ഇടവരരുതേ. ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായ നിലയിലല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. എവിടെ വെച്ച് നമ്മൾ മരിക്കുകയാണെങ്കിലും മുസ്ലിമായി മരിക്കാൻ കഴിയണം. ആ മരണത്തിന്റെ ഘട്ടത്തിൽ അതല്ലാത്തവര് മരണമാണെങ്കിൽ നമ്മൾ അല്ലാഹുവിനോട് കെഞ്ചും, റബ്ബിർജിഊൻ 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 ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖ് ഇലാ യൗമി യുബഅസൂൻ. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മോട് പഠിപ്പിക്കുകയാണ്. മരണത്തിന്റെ ആ വേളയിൽ മനുഷ്യൻ കൊതിക്കും. എങ്ങനെയുള്ള മനുഷ്യൻ? ഉത്ബോധനങ്ങൾ കേട്ടപ്പോൾ അതിലേക്ക് കാതുകൊടുക്കാൻ മനസ്സില്ലാത്തവൻ, കേട്ട ഉത്ബോധനങ്ങളെപ്പോലും പ്രത്യേക സാഹചര്യങ്ങൾ വന്നപ്പോൾ വലിച്ചെറിഞ്ഞവർ, ഞങ്ങളോടൊന്നും പറയേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നന്മയുടെ കവാടങ്ങളെ കൊട്ടിയടച്ചവർ, തിന്മയുടെ വാതായനങ്ങളിലേക്ക് ഓടിച്ചാടി കയറിക്കൊണ്ട് അവിടെ അഭിരമിച്ചവർ, മരണത്തിന്റെ വേളയിൽ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് മരണത്തിന്റെ ഘട്ടത്തിൽ അവർ വിലപിക്കും, ഞങ്ങളുടെ രക്ഷിതാവേ ഒന്നും മടക്കിത്തരുമോ? ഒരു സെക്കൻഡ്, അല്ലാഹ്, ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഞാൻ വിചാരിച്ചില്ല, ഇങ്ങനെ ഒരു മുങ്ങി മരണം ഞാൻ വിചാരിച്ചില്ല, ഇങ്ങനത്തെ ഒരു മാരക രോഗത്തിന്റെ അടിമയാണ് ഞാനെന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ലാഹുവേ, ഒരല്പസമയം നീ എന്നെ ഒന്ന് മടക്കിത്തരുമോ? ഞാൻ ഇതുവരെ പ്രവർത്തിക്കാതെ വിട്ടേച്ചു പോയിട്ടുള്ള ഒരുപാട് അമലുകളുണ്ട് അല്ലാഹ്. ഞാൻ നിസ്കാരം നിർവഹിച്ചില്ല, ഞാൻ മദ്യത്തിന്റെയും ലഹരിയുടെയും അടിമയിലായി, എന്റെ മാതാപിതാക്കളെ വെറുപ്പിച്ചുകൊണ്ട് ജീവിച്ചു, ഗുരുവര്യരെ ഞാൻ ഗൊരാവോ ചെയ്തു, ബന്ധപ്പെട്ട ആളുകളോടുള്ള കടമകളെ കുറിച്ച് ഞാൻ ചിന്തിച്ചതുപോലുമില്ല, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചില്ല. പക്ഷേ മരണം പെട്ടെന്ന് വന്നല്ലോ, ഒരല്പസമയം നീ എന്നെ ഒന്ന് പിന്തിച്ചിടുമോ? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ ചെയ്യാതെ വിട്ടേച്ചുപോയ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്. ആ നല്ല കാര്യങ്ങളിൽ ഞാൻ ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ചോളാം, ഞാൻ അതൊക്കെ വന്ന് ചെയ്ത് തീർക്കുവാനുള്ള ഒരു ചാൻസ് നീ എനിക്ക് തരുമോ? എന്നിട്ടെന്നെ നീ മരിപ്പിക്കുമോ എന്ന് മനുഷ്യൻ വിലപിക്കുമ്പോൾ അല്ലാഹുവിന്റെ മറുപടിക്കല്ല. വേണ്ടടോ, ഇനി നിന്റെ ആ വർത്തമാനം ആർക്ക് വേണം? ഇനി നിന്റെ വിലാപം ആര് കേൾക്കാൻ? ഇനി നിന്റെ പരാതി ആര് കേൾക്കാൻ? ഇനി നിന്റെ അട്ടഹാസത്തിന് ആര് കാതോർക്കാൻ? ഇനി നിന്റെ തൗബക്കെന്ത് വിലയാണുള്ളത്? ഇനി നിന്റെ മടക്കാനുള്ള പൂതിക്കെന്ത് വിലയാണുള്ളത്? ഇന്നഹാ കലിമ, ഇത് വെറും ഒരു വാർത്തയാണ്, ഇത് വെറും ഒരു വർത്തമാനമാണ്. നിങ്ങൾ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല, ഇനി മടക്കമില്ല, ഇനി ദുനിയാവിലേക്ക് ചാൻസ് ഇല്ല മക്കളെ. വമിൻ വറാഇഹിം ബർസഖ്, ഇനി ചെന്ന് കിടക്കാൻ ഖബറേയുള്ളൂ. ഖബർ എന്നല്ല അവിടെ പറഞ്ഞത്, ബർസഖ് എന്നാണ്. ബർസഖ് എന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതത്തിന്റെയും വിശാലവും അനന്തവുമായ പരലോക ജീവിതത്തിന്റെയും ഇടക്കുള്ള ഇടത്താവളം എന്ന മറയാണ്. ദുന്യാവിന്റെയും ആഖിറത്തിന്റെയും ഇടക്കുള്ള മറ, അതാണ് ബർസഖ്. അതൊരു വേള നമ്മുടെ ബോഡി അടക്കാൻ കിട്ടിയെന്ന് വന്നേക്കാം, ചിലപ്പോൾ ബോഡി പോലും കിട്ടാതെ വന്നാലും, ഖബർ എവിടെയാണെന്ന് അറിയപ്പെട്ടില്ലെങ്കിൽ പോലും, എനിക്ക് കത്തിച്ചാമ്പലായി വെണ്ണീറായി അടക്കം ചെയ്യാൻ ബോഡി കിട്ടിയില്ലെന്ന് വന്നാൽ പോലും ആ ലോകത്ത് ചോദ്യമുണ്ട്, അവിടെ മറുപടി പറയേണ്ടതുണ്ട്, അവിടെ രക്ഷാശിക്ഷകളുണ്ട്, അവിടെ നീറുന്ന അനുഭവങ്ങൾ വരാനുണ്ട്. വിശ്വസിച്ചവരാണെങ്കിൽ ഏറ്റവും ആനന്ദത്തിന്റെ സുവിശേഷങ്ങൾ കേൾക്കാനുണ്ട്. അതുകൊണ്ട് ഇനി നിന്റെ സംസാരം ഇവിടെ ആവശ്യമില്ല.
ചാൻസ് അവസാനിച്ചു പോയി. അതുകൊണ്ട് വമിൻ വറാഇഹിം ബർസഖുൻ, ഇനി ചെന്ന് കിടക്കാനുള്ളത് ഖബറാണ്. ബർസഖ് എന്ന് പറയുന്ന ലോകമാണ്. ഏതുവരെ? ഇലാ യൗമി യുബഅസൂൻ, ആ ഖബറിൽ നിന്ന് അള്ളാഹ് നിശ്ചയിക്കുന്ന സമയത്ത് പരലോകത്തേക്കുള്ള വിളിയാളം വന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാൾ വരെ. എന്നാൽ രക്ഷയുണ്ടോ പ്രിയമുള്ളവരെ? അള്ളാഹുവിന്റെ കോടതിയിൽ പോയി നിൽക്കുമ്പോൾ അവിടെയും നരകം കാണുകയാണ്, നരകത്തിൽ വലിച്ചിടപ്പെടുകയാണ്. ആ സമയത്തും വിശ്വാസികൾ നല്ല രൂപത്തിലുള്ള അവരുടെ മനസ്സിന് സമാധാനം ലഭ്യമാകുമ്പോൾ അവിശ്വാസികൾ, മുനാഫിക്കുകൾ, ദീനിനെ കുറിച്ച് ചിന്തിക്കാത്തവർ, പഠിച്ച കാര്യങ്ങളോട് കൂറ് പുലർത്താത്തവർ അവിടെ വെച്ച് റബ്ബിനോട് പട്ടഹസിക്കുകയാണ്. വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ ഫദൂഖൂ ഫമാ ലിൽളാലിമീന മിൻ നസീർ. വഹും യസ്തരിഖൂന ഫീഹാ, നരകത്തിൽ മുഖം കുത്തി വീണ കാഫിറുകൾ, മുനാഫിക്കുകൾ, തെമ്മാടികൾ, റബ്ബിന്റെ കൽപ്പനകൾ മനസ്സിലായിട്ടും അതിനോട് പുറംതിരിഞ്ഞു നിന്ന ധിക്കാരികൾ, അഹങ്കാരികൾ ആ നരകത്തിൽ കിടന്നുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. അവര് വിലപിക്കുകയാണ്, റബ്ബനാ അഖ്രിജ്നാ മിൻഹാ, ഒന്ന് പുറത്തേക്കിടുമോ ഈ നരകത്തിൽ നിന്ന്. നഅമൽ സാലിഹാ, ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല പലരും, അതൊന്ന് പ്രവർത്തിക്കാനാണ്, ഞങ്ങൾക്കൊരു ചാൻസ് തരുമോ എന്ന് മരണനേരത്ത് വിലപിച്ചതുപോലെ നരകത്തിൽ കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്തും ധിക്കാരികൾ വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് റബ്ബിന്റെ ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ഇപ്പോൾ എന്നോട് സമയം ചോദിക്കുകയാണോ? നിങ്ങൾ ഇപ്പോൾ എന്നോട് ആയുസ് നീട്ടി കിട്ടാൻ തേടുകയാണോ? അവലം നുഅമ്മിർകും, ഞാൻ നിങ്ങൾക്ക് ദുനിയാവിൽ വെച്ച്, ഭൂമിയിൽ വെച്ച് ആയുസ് തന്നിരുന്നില്ലയോ? എത്രത്തോളം ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നു. മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കാനും ആലോചിക്കാനും പഠിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആയുസ്സും സമയവുമൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നിരുന്നില്ലയോ? വജാഅകുമുൻ നദീർ, വിവിധ പരിപാടികളിലൂടെ നിങ്ങളെ ആ നന്മയുടെ മാർഗത്തിലേക്ക് പോയാൽ നിങ്ങൾക്ക് രക്ഷയുണ്ടെന്നും തിന്മയുടെ മാർഗത്തിലാണ് പോക്കെങ്കിൽ ഇതുപോലെ അനുഭവിക്കേണ്ടി വരുമെന്നും നിങ്ങളോട് താക്കീത് നൽകുന്ന താക്കീതുകാരും നിങ്ങൾക്ക് വന്നിരുന്നില്ലയോ? അതുകൊണ്ട് ഇനി വിലപിച്ചിട്ട് കാര്യമില്ല. ഫദൂഖൂ, ഈ നരകശിക്ഷ അനുഭവിച്ചോളൂ, ആസ്വദിച്ചോളൂ. ഫമാലിൽ ളാലിമീന മിൻ നസീർ, അക്രമികളെ ഇന്ന് ഒരു സഹായവും അവനില്ല. ആരാണ് അക്രമി എന്ന് നേരത്തെ നമ്മൾ കേട്ടു. ഫമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അറദ അൻഹാ, ഉത്ബോധനങ്ങൾ ഇഷ്ടം പോലെ കിട്ടിയിട്ട് സെമിനാറുകളിലൂടെ, സിംബോസിയങ്ങളിലൂടെ, പ്രോഫ്കോണുകളിലൂടെ, അതുപോലെയുള്ള സിആർഇകളിലൂടെ, മറ്റ് സംവിധാനങ്ങളിലൂടെ, ഇല്ലുമിനുകളിലൂടെ, സിആർഇ സംവിധാനത്തിലൂടെ, ഖുതുബകളിലൂടെ, ക്ലാസുകളിലൂടെ, ഉത്ബോധനങ്ങൾ ധാരാളമായി ലഭിക്കപ്പെട്ടിട്ടും സുമ്മ അറദ അൻഹാ, അവയോട് പുറംതിരിഞ്ഞ് നിന്ന ധിക്കാരികളായ ആളുകൾ അതേ ഫദൂഖൂ, അനുഭവിച്ചോളൂ. ഫമാലിൽ ളാലിമീന മിൻ നസീർ, ഇന്നത്തെ ദിവസം ഈ അഹങ്കാരികളെ, ഈ അക്രമം പ്രവർത്തിച്ച അക്രമികളെ നിങ്ങൾ അനുഭവിച്ചോളൂ ശിക്ഷ. ഒരു സഹായിയെയും നിങ്ങൾക്ക് കിട്ടാനില്ല.